നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പരിശോധന കഴിഞ്ഞ ദിവസം നടന്നു. മധുര മേഖല ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എസ് രാമേശന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കായി എത്തിയത്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് രണ്ടാഴ്ച പെയ്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന. മുൻ വർഷങ്ങളിലേതുപോലെ ഓഗസ്റ്റിൽ ശക്തമായ മഴയും അണക്കെട്ട് പ്രദേശത്ത് വെള്ളപ്പൊക്ക സാഹചര്യവും ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച ചർച്ചയും പരിശോധനയും നടന്നു. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, എർത്ത് ഡാം, കോളിയറി പ്രദേശങ്ങൾ, ഓവർഫ്ലോ ചാനലുകൾ എന്നിവ പരിശോധിച്ചു. സീസ്മോഗ്രാഫ്, ഒക്ലോഗ്രാഫ്, മഴമാപിനി, തെർമോമീറ്റർ, അനിമോമീറ്റർ, അണക്കെട്ടിലെ അനിമോമീറ്റർ എന്നീ ഉപകരണങ്ങളുടെ പ്രവർത്തനം ചീഫ് എഞ്ചിനീയർ പരിശോധിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതായാണ് സൂചന. അണക്കെട്ടിലെ ജലനിരപ്പ് നിശ്ചിത സംഭരണശേഷിയിൽ നിന്നും കുതിച്ചുയരാതെ നിയന്ത്രിക്കുന്നതും അടിയന്തര ഘട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ജലത്തിന്റെ തോത് ഉയർത്തുന്നതും ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അണക്കെട്ടിലേക്കുള്ള വള്ളക്കടവ് റോഡ് നിർമ്മാണം, തമിഴ്നാട് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവയ്ക്കും ഡാം എഞ്ചിനീയർമാർക്കും ചീഫ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാർ ഡാം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സാം ഇൻവിൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രാജഗോപാൽ, പാർത്ഥിബൻ, ബാലശേഖരൻ, നവീൻ കുമാർ എന്നിവരും ചീഫ് എഞ്ചിനീയർക്കൊപ്പം അണക്കെട്ടിൽ എത്തിയിരുന്നു. കാലപ്പഴക്കം ഏറെയുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നതായി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആക്ഷേപം ഉയരുന്നു. ഈ സാഹചര്യത്തിൽ തമിഴ്നാട് ജലവിഭവ വകുപ്പിന്റെ പരിശോധന ശ്രദ്ധേയമാണ്.